എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമേള അപകടവുമായി ബന്ധപ്പെട്ട് 20ഓളം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ ഉത്തർപ്രദേശ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഡൽഹി, നോയിഡ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഇവന്മാരെ പൊക്കിയത്. ഇവന്മാർ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ NIA ഇൻഫോർമേഷൻ നൽകിയിരുന്നു. ഇവന്മാരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം പിൻകോഡ് അടക്കം NIA കൈമാറിയിരുന്നു ഉത്തർപ്രദേശ് പോലീസിനെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവന്മാരെ പൊക്കിയത്. ഇപ്പോൾ ഓൾറെഡി UP ജയിലിൽ ഒരുപാട് സുഡാപ്പികൾ അവിടെ കിടപ്പുണ്ട്. ഈ CAA NRC സമരവുമായി ബന്ധപ്പെട്ട് കുറേ സുഡാപ്പികൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കിടക്കുന്ന സുഡാപ്പികളെയും ഇപ്പോൾ പൊക്കിയ 20ഓളം സുഡാപ്പികളെയും ഒരുമിച്ചിരുത്തിയാണ് ഉത്തർപ്രദേശ് പോലീസും ATSഉം ചോദ്യം ചെയ്തു വരിക. അപ്പോൾ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്തപ്പോൾ ഒരുപാട് വ്യക്തമായ ഒരുപാട് വിവരങ്ങൾ ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കുംഭമേള അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ അപകടത്തിന് കാരണക്കാരെന്ന് വെച്ചാൽ 120 പേരടങ്ങുന്ന സംഘമായിരുന്നു. അത് ഇവന്മാരെ തൂക്കാൻ വേണ്ടി, ഇവന്മാരെ എല്ലാവരെയും തീർക്കാൻ വേണ്ടി UP പോലീസ് ഒരു ടീമിനെ UP പോലീസ് ഒരു ടീം ഉണ്ടാക്കിയിരുന്നു. ഓപ്പറേഷൻ 120 എന്നാണ് ആ ടീമിന് നൽകിയിരിക്കുന്ന പേര്. ആ ടീമിൻ്റെ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ യോഗി ആദിത്യനാഥ് തന്നെയാണ്. യോഗി ആദിത്യനാഥ് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, പിടിച്ചുകൊണ്ടുവരിക, ഇല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരിക. ഇൻ കേസ് എന്തെങ്കിലും രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ തീർത്ത് കളയാമെന്നില്ല വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസിന്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് സംഭവം. അപ്പോൾ ഈ 120 പേർ വന്നത് സംബാലിൽ നിന്നാണെന്ന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഹിന്ദി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സംബാലിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഏകദേശം 60 പേരാണ് ഉണ്ടായിരുന്നത്. ഈ വഴിയെ, അതായത് സംബാൽ ടു പ്രയാഗ്രാജ് 584 കിലോമീറ്റർ ഉണ്ട്. ഈ 584 കിലോമീറ്റർ യാത്രക്കിടയിൽ പല ആൾക്കാരും പല സ്റ്റേഷനിൽ നിന്നും ഈ ബസ്സിനകത്തിട്ട് കയറി കുത്തി നിറഞ്ഞൊരു ഫുൾ പാക്ക്ഡ് ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഇവിടെ വന്നത്. അവിടെ എത്തി ഇവർ നേരെ കുംഭമേളയിലേക്ക് ചെല്ലുകയും, അതായത് പല വേഷം മാറി ചില ആൾക്കാർ അനൗൺസ് ചെയ്തു. അതായത് പോലീസിൻ്റെ വേഷമൊക്കെ ധരിച്ചിട്ട് പുലർച്ചെ 1:30 അനൗൺസ് ചെയ്തു, പെട്ടെന്ന് പോയി കുളിച്ചോ, തിക്കും തിരക്കും ഉണ്ടാവും, സ്റ്റാമ്പേഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പാനിക്കാക്കി. ഭക്തജനങ്ങളെ അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് കുംഭമേള പുലർച്ചെ കുളിക്കാൻ വേണ്ടി ശരിക്കും കുളി തുടങ്ങുന്നത്, ഈ സ്നാനം തുടങ്ങുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിലാണ്. ഈ ബ്രാഹ്മമുഹൂർത്തത്തിന് ശേഷമേ ഈ പുഴയിൽ കുളിക്കാവൂ. അത്ര ഒരു ഹിന്ദു വിശ്വാസപ്രകാരം നദികൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് 1:30 പോയി കുളിച്ചു എന്ന് അനൗൺസ് ചെയ്ത് പോലീസിൻ്റെ വേഷം മാറിയെടുത്താൻ അനൗൺസ് ചെയ്തിരുന്നു. ആദ്യം റിപ്പോർട്ട് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ്. പക്ഷേ പിന്നീടാണ് അന്വേഷണത്തിന് ശേഷമാണ് മനസ്സിലാകുന്നത് അതൊരു ഫേക്ക് ആയിരുന്നു. ഈ 120 പേരുടെ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു അത് എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് ഉണ്ടല്ലോ എല്ലാം വ്യക്തമായി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ ഈ 120 പേരിൽ, അതായത് സംബാലിൽ നിന്ന് പുറപ്പെട്ട ആ ബസ്സിൽ 120 പേരിൽ മലയാളികളും 40ഓളം മലയാളികൾ ഉണ്ട് എന്ന വിവരം പുറത്തു വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് CAA NRC സമരത്തിൽ ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സുഡാപ്പികളെ ഡൽഹി, നോയിഡ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ പോലീസ് പിടിച്ചത്. അപ്പോൾ ഇവർ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു കാര്യം കൂടി കിട്ടി. ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ ഈ കേരളത്തിലാണ് എന്നുള്ളൊരു വ്യക്തമായ ഒരു വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ എല്ലാ ദേശീയ നേതാക്കളും അവരുടെ ഫണ്ട് എല്ലാം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സുഡാപ്പികളാണ്. അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പിന്നെ ഈ അപകടത്തിന് പിന്നിൽ CA റൌഫിന് പങ്കുണ്ട് എന്നൊരു വ്യക്തമായ ഒരു സൂചന ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതിന് പറയാനൊരു കാരണമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നില്ലേ. കഴിഞ്ഞ ദിവസം ഏകദേശം 1.5 മാസം മുന്നെയാണ് CA റൌഫ് LLBക്ക് പഠിക്കാൻ വേണ്ടി എനിക്ക് ജാമ്യം തരണമെന്ന് കോടതിയോട് അപേക്ഷിച്ചു. അവിടെയാണ് പോയിന്റ്. അവിടെ ഇവന്മാർക്ക് പാളിപ്പോയി. അവന്മാരുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റിയത് അവിടെയാണ്. അതായത് ഈ കുംഭമേള കലക്കാൻ ഈ റൌഫിന് പങ്കുണ്ട് എന്നുള്ളൊരു തെളിവ് തന്നെയാണത്. അതായത് ജാമ്യം വേണം, LLB പഠിക്കാൻ ജാമ്യം വേണമെന്ന് കോടതി 2-3 തവണ കോടതിയുമായി ബന്ധപ്പെട്ടു. കോടതി വേണ്ട, പഠിക്കേണ്ട, താൻ അവിടെ കിടന്നാൽ മതി, വേണമെങ്കിൽ ജയിലിരുന്ന് പഠിച്ചോന്ന് പറഞ്ഞേ. അതായത് റൌഫ് പറഞ്ഞ എനിക്ക് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്, അതിന് ജാമ്യം അനുവദിക്കണം. അപ്പോൾ കോടതി പറഞ്ഞു പറ്റില്ല, നീ ജയിലിൽ ഇരുന്ന് വേണമെങ്കിൽ പഠിച്ചോ എന്നുള്ള കാര്യം ആണ് കോടതി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം CA റൌഫ് അന്ന് ജാമ്യത്തിന് അപേക്ഷിച്ചതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ചില സംസ്ഥാന നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് UP ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം CA റൌഫാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ട് റേസർ. ഫണ്ട് എത്ര കോടികൾ വേണമെങ്കിലും ഒറ്റ സെക്കൻഡിൽ വേണമെങ്കിൽ ഈ CA റൌഫ് റേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, കുറച്ച് നാൾ മുന്നേ 2022 സെപ്റ്റംബർ 22 ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ആ സമയത്ത് NIA ഡൽഹിയിൽ നിന്ന് CRPF ജവാന്മാരും മറ്റേ കുറേ എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി, ഹെലികോപ്റ്റർ ഇതൊക്കെ ആയിട്ടാണ് വന്നത്. സ്പെഷ്യൽ ഫ്ലൈറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ പുലർച്ചെ ഇവന്മാരെ വീട്ടിൽ പോയി എല്ലാവരും തൂക്കി. എല്ലാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാക്കളെ എല്ലാവരും തൂക്കി. അതായത് കട്ടിൽ നിന്ന് ഉടുതുണി മാറാൻ അവസരം കൊടുക്കാതെ, അണ്ടർവെയർ പോലും ഇടാൻ അവസരം കൊടുക്കാതെ
നേരെ തൂക്കി. അതായത് അന്ന് എന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ള ഷർട്ടും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കയറിക്കോ മക്കളെ എന്നാന്ന് പറയും. അപ്പോൾ എല്ലാവരും തൂക്കി. അപ്പോൾ നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അവർക്ക് കുറേ ഈ ഡിഫൻസ് ടീമുണ്ട്. ഡിഫൻസ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ടീം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈടി ചെവി അറിയാതെ തട്ടിക്കളയാൻ തക്ക രീതിയിലുള്ള സെറ്റപ്പ് അവർക്കുണ്ട്. അപ്പോൾ ഫുള്ളി ലോഡഡ് AK-47 ഈ മറ്റേ CRPF ജവാന്മാർ വന്നത്. അപ്പോൾ ഇവന്മാരൊക്കെ തൂക്കി കൊണ്ടുപോകുമ്പോൾ ചില ആൾക്കാർ എന്താ പറയുക, മെസ്സേജ് ഇടാൻ നോക്കി. ഒരു ഗ്രൂപ്പ് ഇവന്മാർ മെസ്സേജ് ഇടും. ഇവർക്ക് കുറേ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ മെസ്സേജ് വിട്ടതിന് ശേഷമാണ് പെട്ടെന്ന് ആൾക്കാർ വേണം കൂട്ടാൻ പറ്റും. ഒരു മെസ്സേജ് കൊണ്ട് വേണമെങ്കിൽ ഒരു 1000-2000 പേരൊക്കെ ഒരു മിനിറ്റ് വെച്ചിട്ട് അവന്മാർ സംഘടിപ്പിക്കും. അങ്ങനത്തെ ഒരു ഓർഗനൈസിങ് സെറ്റപ്പ് അവർക്കുണ്ട്. അപ്പോൾ മെസ്സേജ് ഈ ആൾക്കാർ ഈ സുഡാപ്പികളെ തൂക്കാൻ നേരത്ത് ഇവർ മെസ്സേജ് ഇടാൻ നോക്കിയപ്പോൾ, ഫോൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല, ഒന്നും പോകുന്നില്ല. ഫുൾ നെറ്റ്വർക്കും മൊബൈലും എല്ലാം ജാമറും സെറ്റപ്പൊക്കെ ആയിട്ടാണ് NIA അന്ന് വന്നത്. വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു വന്നത്. അത്ര വരെ തൻ്റെ വീട്ടിലെ പണിക്കാരൻ ആയിരുന്ന ആൾ പോലും NIA ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ കണ്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സുഡാപ്പികൾ ഞെട്ടി. തലേന്ന് വരെ തൻ്റെ ഡ്രൈവറായും വീട്ടുപറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്ന അവൻ പോലും NIAയുടെ യൂണിഫോമിൽ NIA ഉദ്യോഗസ്ഥരുടെ കൂടെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവന്മാരെ NIA പ്ലാൻ ചെയ്ത് വർഷങ്ങളായിട്ട് ഇവന്മാരെ ഫോളോ ചെയ്യുകയായിരുന്നു. ഓരോ നിമിഷവും ഇവന്മാരെ കൂടെ നിന്ന് ഇറച്ചി വെട്ടുകാരനായും പറമ്പിൽ പണിയെടുക്കുന്നവരായും ഇവന്മാരോട് കൂടി ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന തരത്തിൽ ശരിക്കും ഇവന്മാരെ എല്ലാം ട്രാക്ക് ചെയ്ത്, അതുകൊണ്ടാണ് കറക്റ്റ് വീടിന് മുന്നിൽ വന്ന് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും അവന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. ബെഡ്റൂമിൽ അടക്കം കയറി പോക്കി അങ്ങ് കൊണ്ടുപോയത്. ഒരു മെസ്സേജ് അയച്ചിട്ട് പോലും ആർക്ക് റിപ്ലൈ ഇല്ല. എന്ന് വെച്ചാൽ ഫുള്ള് എല്ലാം ജാം ചെയ്തിട്ടുള്ളൂ. മൊബൈൽ സിഗ്നൽസ് എവിടെ കിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക, ആ സമയത്തൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികൾ വന്ന് CRPFനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ ഫുള്ളി ലോഡഡ് സാധനമാണ് അവന്മാരെ കയ്യിലിരുന്നത്. കാച്ചിക്കളയെന്ന് പറഞ്ഞു, വേണ്ട വിട്ടോളെന്ന് പറഞ്ഞു. തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഡൽഹിയിലോട്ട്. പിറ്റേന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി ഡൽഹിയിലോട്ട്. രാവിലെ 7 മണിക്ക് ശേഷം ദേശീയ മാധ്യമങ്ങൾ ഫ്ലാഷ് ന്യൂസ് കൊടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ആ സമയത്ത് പോലും ഇത്രയും സെറ്റപ്പിൽ ഇവിടുത്തെ സുഡാപ്പികളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നില്ലേ, ആ സമയത്ത് എന്തുകൊണ്ട് CA റൌഫിനെ പൊക്കിയില്ല? NIAക്ക് അറിയണ്ടാണോ? മനഃപൂർവ്വം ഡിലേ ആക്കുമായിരുന്നു. ഇവൻ ഏതൊക്കെ വരെ പോകും, ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വ്യക്തമായി നോക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ഡിലേ ചെയ്തതാണ് റൌഫിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റൌഫിനെ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ആ സമയത്തൊക്കെ ഇവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വിവരങ്ങൾ NIA കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോഴെടുത്തിട്ട് ഓരോ അന്വേഷണത്തിലെടുത്ത് പൂശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൌഫിൻ്റെ എന്താ പറയുക ഫണ്ട് റേസ് ചെയ്യാനുള്ള ഇതൊക്കെ ശരിക്കും NIAക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം കുംഭമേള കലക്കാൻ വേണ്ടി തന്നെയാണ് ഏകദേശം ഒരു മാസം മുന്നേ കോടതിയോട് അപേക്ഷിച്ച്, അതായത് എനിക്ക് ജാമ്യം വേണമെന്ന്, അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ CA റൌഫിനെ കസ്റ്റഡിയിലെടുത്ത് ഉത്തർപ്രദേശ് പോലീസ് ചോദ്യം ചെയ്യും. ഈ CA റൌഫിന് ഇപ്പോൾ ഏത് ജയിലിലാണ് ഉള്ളത് പോലും ഒരു ഐഡിയ ഇല്ല. ഇവന്മാർക്ക് എവിടെയുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കുറേ ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട്, ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഇവനെ അടുത്ത ദിവസം തന്നെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഓൾറെഡി പൊക്കി 20 പേരെയും ജയിലിലുള്ള സുഡാപ്പികളെയും എല്ലാവരും ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഉത്തർപ്രദേശ് പോലീസ് സംഘടിപ്പിക്കുക എന്നാണ് വിവരം. പക്ഷേ അവർ അത്ര എഫിഷ്യൻ്റായ ആൾക്കാരാണ്, എല്ലാം നല്ല ഡൈനാമിക് ഓഫീസേഴ്സാണ്, ഡൈനാമിക് ആയിട്ടുള്ള പുല്ലിക്കുട്ടികളാണ് അവന്മാർ. ഒറ്റ ചോദ്യത്തിൽ തന്നെ എല്ലാം പുറത്തു വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ മൊത്തം ശുദ്ധി കലശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യോഗിയുടെ നേതൃത്വത്തിൽ, യോഗിയുടെ പിള്ളേര്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ഇവന്മാരെ കേരളത്തിലോട്ട് വന്നിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് പോകും. ഒരു സംശയവുമില്ല മക്കളെ. എന്താ പറയുക, ഇവന്മാരൊരു പരിപാടി നടക്കില്ല. ഇവന്മാരെന്താ വിചാരിച്ചത്? ഇവന്മാരെല്ലാം വിദേശത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തൊന്നും പിടിക്കില്ലെന്ന് വിചാരിച്ചോ? എനിക്ക് തോന്നുന്നു ഇവന്മാരൊക്കെ 16,000 അക്കൗണ്ട് ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിച്ച് ഇവിടെ കുംഭമേള കലക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അതൊക്കെ കൊണ്ടാണ് NIA മറ്റേ മുഹമ്മദ് ആലം എന്ന സുഡാപ്പിയെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പൊക്കി. അവൻ എല്ലാ ഡീറ്റെയിൽസും NIAക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ മൊത്തം എല്ലാം കൂടി കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ കുംഭമേള അപകടവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പങ്കും ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പോലീസിൻ്റെ മുന്നിൽ തെളിവുകൾ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആക്ഷനാണ്. ഇത്ര ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ ഉത്തർപ്രദേശ് പോലീസ് ആക്ഷനിലോട്ട് കിടക്കും. യോഗി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ 120 ഉദ്ദേശം എല്ലാവന്മാരെയും പൊക്കും, എല്ലാവന്മാർക്കും നിയമം അനുസരിച്ചും നിയമം അനുസരിക്കാതെയുള്ള ശിക്ഷ നൽകും. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.